Applications to differential equation. Problems continuing. We have a problem. Determine the current I of t in a single loop LRC circuit when L equal to 0.1 and R equal to 2, C equal to 0.1, I of 0 equal to 0, and the impressed voltage is E of t equal to 120t minus 120t U of t minus 1. Here it is the unit step function. സോ അതായത് നമുക്ക് കാണേണ്ടത് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഐ ഓഫ് ടി ആണ് കറണ്ട് എന്നതുകൊണ്ട് നോട്ടേറ്റ് ചെയ്യുന്ന ഐ ഓഫ് ടി എന്നാണ്. അപ്പോൾ ഐ ഓഫ് ടി കാണണം. അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ LRC സർക്യൂട്ടാണ്. അത് 3 തന്നിട്ടുണ്ട്. ഐ ഓഫ് 0 തന്നിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ വൈ ഓഫ് ടി ആണ് കാണാറ്. എൽ ഓഫ് വൈ ഓഫ് ടി എഴുതും. ദെൻ എൽ ഇൻവേഴ്സ് എടുത്തിട്ട് വൈ ഓഫ് ടി എഴുതും. ഇവിടെ വൈ ഓഫ് ടിക്ക് പകരം വേരിയബിൾ ഒന്ന് മാറി ഐ ഓഫ് ടി കാണണം. അത് പാസ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കറണ്ട് ഇൻ എൻ LRC സർക്യൂട്ട്, ഒരു LRC സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് ടി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് L into di by dt plus R into I of t plus 1 by C into integral 0 to t I of tau d tau equal to E of t. ഇപ്പോൾ L തന്നിട്ടുണ്ട് 0.1, R 2 ആണ്, C 0.1 ആണ്, E of t തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get the equation become 0.1 di by dt plus 2 into I of t plus 10 into, അതായത് C equal to 0.1 ആണ്. അപ്പോൾ 1 by 0.1 equal to, that is 1 by 10. It is 1 by 0.1 equal to 10. So അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get 10 into 0 to t I of tau d tau equal to ഈ ടിക്ക് പകരം നമ്മൾ തന്നിട്ടുള്ള 120 t minus 120 t into u of t minus 1, where u of t minus 1 is the unit step function. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ഐ ഓഫ് ടി കണ്ടുപിടിക്കും. അതാണ് മെത്തേഡ്. സോ ലാപ്ലേസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 0.1 ഇൻറ്റു എൽ ഓഫ് ഡി ഐ ബൈ ഡി ടി plus 2 into L of I of t plus 10 into L of integral 0 to t I of tau d tau equal to 120 into L of t minus 120 into L of t into u of t minus 1. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. ദെൻ ഇനി ഇതിൽ എൽ ഓഫ് ഡി ഐ ബൈ ഡി ടി നമ്മൾ പറഞ്ഞു ഐക്ക് പകരം നമ്മൾ വൈ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷൻ സബ്സിഡിയറി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എസ് ഇൻറ്റു എൽ ഓഫ് ഐ ടി മൈനസ് ഐ ഓഫ് 0 ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് 0.1 ഇൻറ്റു എൽ ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി മൈനസ് ഐ ഓഫ് 0 plus 2 into L of I of t plus 10 into L of, ഇവിടെ ഇൻ്റഗ്രലിൻ്റെ 0 to t I of tau d tau എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കൺവല്യൂഷൻ ഉപയോഗിച്ച് എഴുതാം. L of I of t star 1 equal to, ഇവിടെ 120 L of t എന്ന് പറഞ്ഞാൽ 1 by s സ്ക്വയർ ആണ്. 120 by s സ്ക്വയർ മൈനസ് 120 ഇൻറ്റു L ഓഫ് t ഇൻറ്റു u ഓഫ് t മൈനസ് 1 ആണ്. ദറ്റ് ഈസ് L ഓഫ് e റൈസ് ടു മൈനസ് s ഇൻറ്റു L ഓഫ് t പ്ലസ് 1 എന്ന് കിട്ടും. ആ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണോ അത് അപ്ലൈ ചെയ്തിട്ടാണ് എൽ ഓഫ് ജി ഓഫ് ടി
into u of t minus a equal to e raised to minus as L of g of t plus a. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. So that's equal to, we get 0.1 into മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 0.1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 0.1 ഇൻറ്റു എസ് പ്ലസ്, അതായത് എൽ ഓഫ് ഐ ടി, അത് കോമൺ ആയിട്ടുള്ള രണ്ട് ടേം ഉണ്ടാവും, പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി പ്ലസ് 10 ഇൻറ്റു എൽ ഓഫ് ഐ ടി ഇവിടെ, അതായത് കൺവല്യൂഷൻ എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി ആണ്. സോ വി ഗെറ്റ് 10 ഇൻറ്റു എൽ ഓഫ് ഐ ടി സ്റ്റാർ 1 10 ഇൻറ്റു എൽ ഓഫ് ഐ ടി ഇൻറ്റു എൽ ഓഫ് 1. ദാറ്റ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 120 ബൈ എസ് സ്ക്വയർ ഉണ്ട്, മൈനസ് 120 ഇ റൈസ് ടു മൈനസ് എസ് ഉണ്ട്, ദെൻ എൽ ഓഫ് ടി പ്ലസ് 1, ടിയുടെ ലാപ്ലേസ് 1 ബൈ എസ് സ്ക്വയർ, 1ൻ്റെ 1 ബൈ എസ്, എങ്ങനെ കിട്ടും. ദെൻ ഇതിൽ നമ്മളിനി ഇവിടെ ഒരു എൽ ഓഫ് ഐ ടി ഉണ്ട്, അപ്പോൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ വി ഗെറ്റ് ഇവിടെ 0.1നെ നമുക്ക് 1/10 എഴുതാം. അപ്പോൾ 1/10 എസ്, അതായത് s/10 പ്ലസ് 2 പ്ലസ് ഇവിടെ 10 ഇൻറ്റു എൽ ഓഫ് ഐ ടി ഉണ്ട്, ഇവിടെ എൽ ഓഫ് 1 എന്ന് പറയുമ്പോൾ 1/s വരും. അപ്പോൾ 10 ഇൻറ്റു 1/s ഇൻറ്റു എൽ ഓഫ് ഐ ടി, അപ്പോൾ 10/s എന്ന് എഴുതാം. 10/s ഇതൊക്കെ കോമൺ ആയിട്ട് എൽ ഓഫ് ഐ ഓഫ് ടിയുടെ, ഐ ടി അല്ല എൽ ഓഫ് ഐ ഓഫ് ടിയുടെ കോമൺ ആയിട്ടുള്ള ടേമാണ്. റൈറ്റ് സൈഡിൽ 120 ബൈ എസ് സ്ക്വയർ മൈനസ് 120 ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് 1/s എന്നുള്ള ടേം വരും. സോ ഈ ഇക്വേഷനെ നമുക്കൊന്ന് ഡിനോമിനേറ്റർ കോമൺ ആക്കി, അതായത് 10s ഡിനോമിനേറ്റർ ആക്കുക. സോ വി ഗെറ്റ് എസ് സ്ക്വയർ പ്ലസ് 20s പ്ലസ് 100 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 120 ബൈ എസ് സ്ക്വയർ മൈനസ്, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, 120 ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 120 ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ്, ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. സോ വി ഗെറ്റ് ഇവിടെ ഈ 10s അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ഇവിടെ 1/10s അല്ല 1/10s ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 10s ആയി മാറും. സോ വി ഗെറ്റ് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 100 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു 120 ബൈ എസ് സ്ക്വയർ മൈനസ് 120 ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 120 ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ്, ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്ന 10s. അപ്പോൾ 10s മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓരോ എസ് ഓരോന്നിലും ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് 120, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1200 ബൈ എസ് മൈനസ് 1200 ബൈ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് മൈനസ് 1200 ഇ റൈസ് ടു മൈനസ് എസ്, ഈ എസ് ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ്, ഇത് നമ്മൾ എൽ ഓഫ് ഐ ടി ആണ്, അതായത് ഈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 100നെ റൈറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യുന്ന വിധത്തിൽ വരും. സോ എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു 1200 കോമൺ ആണ് ഇൻറ്റു ആദ്യത്തെ ടേമിലുള്ളത് 1/s ഉണ്ട്, പിന്നെ ഈ ടേം വരും 1/s ഇൻറ്റു ഈ ടേമിനെ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 100നെ നമുക്ക് എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. സോ വി ഗെറ്റ് എസ് ഇൻറ്റു എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ
s into s plus 10 whole square minus e raised to minus s by s plus 10 whole square. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ 3 ടേം ഉണ്ട്. ഇനി നമുക്ക് ഐ ഓഫ് ടി ആണ് കാണേണ്ടത്. ഐ ഓഫ് ടി കാണുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് റൈറ്റ് സൈഡിലുള്ള ഈ ടേം വരും. അപ്പോൾ അതിൽ ഓരോ ടേം നോക്കുക. ഫസ്റ്റ് ടേം 1/s ഇൻറ്റു എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ ആണ്. സെക്കൻഡ് ടേമിലും ഉണ്ട് അതേ ടേം 1/s ഇൻറ്റു എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. അപ്പോൾ അതൊന്ന് നമുക്കൊരു പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. 1/s ഇൻറ്റു എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു a/s പ്ലസ് b/s plus 10 plus c/s plus 10 whole square എന്ന് എഴുതാം. So by multiplying and equating we get a into 1 equal to a into s plus 10 whole square plus b into s plus 10 plus c into s. ഇനി ആദ്യം എസ്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ we get 1 equal to 100a എന്ന് കിട്ടും. That is a equal to 1/100. അതുപോലെ എസ്സിന് -10 കൊടുത്തു കഴിഞ്ഞാൽ s equal to -10 കൊടുത്തു കഴിഞ്ഞാൽ 1 equal to -10c എന്ന് കിട്ടും. സോ c equal to -1/10 എന്ന് കിട്ടും. Then now we consider equating the coefficients of s square. s squareൻ്റെ കോഫിഷ്യൻ്റ് രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുക. Then we get 0 equal to a plus b എന്ന് കിട്ടും. So we get b equal to -a. That is -1/100. a എന്ന് പറയുന്നത് 1/100 ആണ്. സോ b equal to -a means -1/100. So 1/s into s plus 10 whole square equal to a by 1/100/s minus 1/100/s plus 10. c എന്ന് പറയുന്നത് -1/10 ആണ് ഡിവൈഡ് ബൈ s plus 10 whole square. എങ്ങനെ വരും? അപ്പോൾ ഇത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ നമ്മൾ എൽ ഓഫ് ഐ ടി എഴുതിയിട്ടുണ്ട്. അവിടെ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രണ്ട് ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/s ഇൻറ്റു എസ് പ്ലസ് 1 എസ് പ്ലസ് 10 ഹോൾ സ്ക്വയറിന് പകരം. സോ എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു 1200 ഇൻറ്റു 1/100/s മൈനസ് 1/100/s plus 10 minus 1/10 divided by s plus 10 whole square minus ഈ ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ടേമിന് ഇനി അടുത്ത ടേമിൻ്റെ കൂടെ 1/s ഇൻറ്റു എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ ഉണ്ട്. അതിന് പകരം ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ഇ റൈസ് ടു മൈനസ് എസ്സും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ആൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട്. പിന്നെ ഈ ഓരോ ടേമിലും വരുന്ന മൈനസും പ്ലസും ഒക്കെ കൺസിഡർ ചെയ്ത് എഴുതാം. -1/100 then plus 1/100 e raised to minus s by s plus 10 plus 1/10 e raised to minus s by s plus 10 whole square. then last term minus e raised to minus s by അത് അതുപോലെ തന്നെ എഴുതാം. അതിനെ നമ്മൾ മാറ്റിയിട്ടില്ല. s plus 10 whole square എങ്ങനെ വരും? ഇനി ഇതിൽ ഓരോന്നിലും നമ്മൾ 1000 കൊണ്ട് ഓരോ ടേമിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ ടേമിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററും ചെയ്യണം. അതായത് ഇവിടെ ഒരു 100 കോമൺ ആയിട്ട് വരും. 1200/100. സോ അത് 12 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 12 ഇൻറ്റു പിന്നെ ഓരോ ടേമിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ 10 ഉണ്ടാവും. ഓരോ ടേമിലും അങ്ങനെ ചെയ്യാം. സോ 1/s minus 1/s plus 10 minus 10/s plus 10 whole square minus e raised to minus s by s plus e raised to minus s by s plus 10 plus 10 e raised to minus s by s plus 10 whole square minus 100. അതായത് ലാസ്റ്റ് ടേമിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 അവിടെ ഒന്നും ക്യാൻസൽ ചെയ്തു പോകില്ല. 100 e raised to minus s by s plus 10 whole square. ഇതിൽ ലാസ്റ്റ് രണ്ട് ടേം ഒന്ന് ഒരേ ടേമാണ്. ഒന്ന് 10 ആണ്, ഒന്ന് -100 ആണ്. അപ്പോൾ 10 - 100 ഇതിനെ നമുക്ക് 90 -90 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -90
e raised to minus s divided by s plus 10 whole square എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് L of IT കിട്ടുന്നത്. L of IT നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇത്രയാക്കി. ഇനി അതിന്ന് L of I of t, then I of t കാണണം. Therefore I of t equal to, അതായത് ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കാം. 12 into L inverse of 1 by s minus 1 by s plus 10 minus 10 by s plus 10 whole square minus e raised to minus s by s plus e raised to minus s by s plus 10 plus minus 90 e raised to minus s by s plus 10 whole square. ഇനി ഓരോന്നിൻ്റെ ഇൻവേഴ്സ് കാണാം. ദാറ്റ് ഈസ് 12. 1 by എസിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ദാറ്റ് ഈസ് 1 ആണ്. മൈനസ് 12 ഇൻറ്റു 1 മൈനസ് 1 by s പ്ലസ് 10ൻ്റെ ഇ റൈസ് ടു മൈനസ് 10t മൈനസ് 10 ഇൻറ്റു 10 ആൾറെഡി അവിടെ ഉണ്ട്. 1 by s പ്ലസ് 10 ഹോൾ സ്ക്വയറിൻ്റെ t ഇൻറ്റു e raised to minus 10t minus next e raised to minus s by s ൻ്റെ u of t minus 1 ആണ്. u of t minus 1 plus next e raised to minus 10 into t minus 1 into u of t minus 1 പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതുന്നതാണ്. minus 90 into t minus 1 into e raised to minus 10 into t minus 1 t minus 1 അതിൻ്റെ കൂടെ u of t minus 1 ഉണ്ടാവും. സോ ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് ഈ u of t minus 1 ടേമുള്ള 3 ടേം ഉണ്ടാവും. അത് ഒരുമിച്ച് എഴുതാം, ബാക്കിയുള്ളത് ഒരുമിച്ച് എഴുതാം. സോ വി ഗെറ്റ് 12 ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 10t മൈനസ് 10t ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 10t പ്ലസ് അടുത്തത് വീണ്ടും 12 ഇൻറ്റു മൈനസ് 1 പ്ലസ്, അതായത് യു ഓഫ് ടി മൈനസ് 1 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 1 ആണ് ബാക്കി ഉണ്ടാവുക ആദ്യത്തെ ടേമിൽ. മൈനസ് 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 10 ഇൻറ്റു ടി മൈനസ് 1 മൈനസ് 90 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 10 ഇൻറ്റു ടി മൈനസ് 1 കോമൺ ആയിട്ടുള്ളത് യു ഓഫ് ടി മൈനസ് 1. സോ ഇതായിരിക്കും ഐ ഓഫ് ടി എന്ന് പറയുന്നത്. നൗ next we have another problem, that is the differential equation for the current I of t. അതെ ഐ ഓഫ് ടി കറണ്ട് കാണാനുള്ള അതേ പ്രോബ്ലം തന്നെയാണ്, പക്ഷെ കണ്ടീഷൻസ് വ്യത്യാസമുണ്ട്. ഐ ഓഫ് ടി ഇൻ എ സിംഗിൾ ലൂപ്പ് എൽ ആർ സീരീസ് സർക്യൂട്ട് ഈസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഐ ഈക്വൽ ടു ഇ ഓഫ് ടി, വേർ എൽ ആർ are constants and E of t is the impressed voltage. Determine the current I of t when I of 0 equal to 0 and E of t is the square wave equation defined by the graph given below. അതായത് ഇവിടെ സെയിം ഇക്വേഷനാണ്. നമ്മുടെ അവിടെ ഒരു ഇ ഓഫ് ടി തന്നിട്ടുണ്ടായിരുന്നു 120t എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ഇവിടെ ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ദെൻ നേരത്തെ പോലെ ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിൽ ലാപ്ലേസ് കൊടുക്കുക, അതിൻ്റെ സൊല്യൂഷൻ കാണാം, ഐ ഓഫ് ടി കാണാം. അപ്പോൾ ഐ ഓഫ് ടിയുടെ ഗ്രാഫ് ഇതാണ്, സ്ക്വയർ വേവ് ഫംഗ്ഷനാണ്. ഇതിൽ നിന്ന് ഇ ഓഫ് ടിയുടെ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതൊന്നും അറിയാം നമുക്ക്. 0 മുതൽ 1 വരെ ഒരു വാല്യൂ ആണ്, ദെൻ 1 മുതൽ 2 വരെ വേറൊരു വാല്യൂ. 0 മുതൽ 1 വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1, അതുവരെ അതിൻ്റെ വാല്യൂ 1 ആണ് എപ്പോൾ. ദെൻ 1 മുതൽ 2 വരെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2, അതിൻ്റെ വാല്യൂ ഇതാണ്, അതായത് 0 ആണ്. ഇ ഓഫ് ടിയുടെ ഗ്രാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വീണ്ടും 2 മുതൽ 3 വരെ അതിൻ്റെ വാല്യൂ വീണ്ടും 1 ആണ്. ദെൻ 3 മുതൽ 4 വരെ വീണ്ടും 0 ആണ്. അതായത് ഓരോ 2 യൂണിറ്റിലും അത് റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഈ സ്ക്വയർ വേവ് ഫംഗ്ഷൻ ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇ ഓഫ് ടി ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2. അതായത് ദാറ്റ് മീൻസ് ഇ ഓഫ്
ടി പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് ടി തന്നെയാണ്. അത് 2 യൂണിറ്റ് ആകുമ്പോൾ 2 ഇൻ്റർവെല്ലിൽ അത് റിപ്പീറ്റ് ചെയ്യും. അതിൻ്റെ ഇ ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1 if 1 less than or equal to t less than 2, 0 if 0 less than or equal to t less than or equal to 1 and 1 less than or equal to t less than 2 അത് 0യുമാണ്. 1ഉം 0യുമാണ് വാല്യൂ. 0 മുതൽ 1 വരെ 1ഉം 1 മുതൽ 2 വരെ 0യും. ആ 1ൽ വെച്ചിട്ടത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ ഡോട്ടർ ലൈൻ ഉപയോഗിച്ചിട്ട് കാണാം. 1ൽ അതിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. വിത്ത് പീരിയഡ് 2 ആയിട്ടുള്ള ഒരു പീരിയോഡിക് ഫങ്ഷനാണ് ഇ ഓഫ് ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഐ ഈക്വൽ ടു ഇ ഓഫ് ടി. അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ലാപ്ലേസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ആൾറെഡി ഒരു എൽ ഉണ്ട്, നമ്മൾ വീണ്ടും എൽ ഓഫ് എന്നാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ട് എല്ലും കൂടെ കൺഫ്യൂഷൻ ആവരുത്. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ അപ്പോൾ എൽ ഓഫ് ഇ ഓഫ് ടി എന്ന് പറഞ്ഞൊരു ടേം വരും. അപ്പോൾ ആ എൽ ഓഫ് ഇ ഓഫ് ടി നമ്മൾ ആദ്യം കാണുകയാണ്. എൽ ഓഫ് ഇ ഓഫ് ടി ഒന്ന് കണ്ടു നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സ്ക്വയർ വേവ് ഫംഗ്ഷൻ ഇ ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എഫ് ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1 വിത്ത് പീരിയഡ് ക്യാപിറ്റൽ ടി ആണെങ്കിൽ 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻ്റർവൽ 0 ടു ടി. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ പീരിയഡാണ്. ഇ റേസ് ടു മൈനസ് എസ് ടി, ഇവിടുത്തെ ടി സ്മോൾ ആണ്. ഇ ഓഫ് ടി അല്ല, ഇ ഓഫ് ടി അല്ല, ഇവിടെ എഫ് ഓഫ് ടി ഏതാണോ ഫംഗ്ഷൻ അത്. എങ്ങനെയാണ് ഡെഫിനിഷൻ? സോ എൽ ഓഫ് ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ പീരിയഡ് 2 ആണ്. ഇൻ്റർവൽ 0 ടു 2 ഇ റേസ് ടു മൈനസ് എസ് ടി ഇ ഓഫ് ടി ഡി ടി ഇങ്ങനെ കിട്ടും. അപ്പോൾ 0 ടു 2 ആണ് ഇൻ്റഗ്രേഷൻ. പക്ഷേ നമുക്കിവിടെ ഇ ഓഫ് ടി തന്നിട്ടുള്ളത് 0 മുതൽ 1 വരെയും 1 മുതൽ 2 വരെയാണ്. അപ്പോൾ ഇൻ്റർവൽ 0 ടു 2 എന്നുള്ളതിനെ നമ്മൾ ഇൻ്റർവൽ 0 ടു 1 പ്ലസ് 1 ടു 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സോ വി ഗെറ്റ് എൽ ഓഫ് ഇ ഓഫ് ടി ഈക്വൽ ടു 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s. ടി എന്ന് പറഞ്ഞാൽ 2 ആണ് പീരിയഡ്. ഇൻ്റർവൽ 0 ടു 2നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 ടു 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഇ ഓഫ് ടി. ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ടു 1ൽ ഇ ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. സോ ഇൻറ്റു 1 ഡി ടി പ്ലസ് 1 ടു 0 ഇ റേസ് ടു മൈനസ് എസ് ടി. 1 ടു 0ൽ വാല്യൂ 1 ടു 0 അല്ല, 1 ടു 2. 1 ടു 2ൽ വാല്യൂ 0 ആണ്. അപ്പോൾ ഇൻറ്റു 0 ഡി ടി. അപ്പോൾ 0 ആയതുകൊണ്ട് തന്നെ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോവും. സോ വി ഗെറ്റ് 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു ഇൻ്റർവൽ 0 ടു 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ കണ്ടു നോക്കാം. ദാറ്റ് ഈസ് 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റർവൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് 0 ടു 1 ആണ്. സോ 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് ഇ റേസ് ടു മൈനസ് 0 ബൈ മൈനസ് എസ്. അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ ഈ മൈനസ് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ്. സോ 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2sനെ ഇ റേസ് ടു മൈനസ് എസ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ്. അപ്പോൾ ഇതൊരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ്. ബാക്കിയുള്ള ടേം 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് ആണ് സെക്കൻഡ് ടേം. സോ ഈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1/s ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. ഇതാണ് നമ്മുടെ എൽ ഓഫ് ഇ ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ ഓഫ് ടി. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഐ ഈക്വൽ ടു ഇ ഓഫ് ടി ആണ്.
രണ്ട് സൈഡിലും ലാപ്ലേസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ ഓഫ് ആണ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് സൈഡിലും. ഇതിൽ ഈ റൈറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ എൽ ഓഫ് എൽ, ഇത് ലാപ്ലേസിൻ്റെ എല്ലാണ്, ഇത് ആൾറെഡി അവിടെ ഉള്ള എല്ലാണ്, LR സർക്യൂട്ടിലെ എൽ എന്നുള്ള വാല്യൂ. സോ വി ഗെറ്റ് ഈ എൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, ഇവിടെയുള്ള ഈ എൽ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് di/dt പ്ലസ് R ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് I. ഓക്കെ, ഈക്വൽ ടു L ഓഫ് E ഓഫ് t റൈറ്റ് സൈഡ്. ഇനി L ഓഫ് di/dt ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ സബ്സിഡിയറി ഇക്വേഷൻ L ഇൻറ്റു S ഇൻറ്റു L ഓഫ് I മൈനസ് I ഓഫ് 0 പ്ലസ് R ഇൻറ്റു L ഓഫ് I ഈക്വൽ ടു L ഓഫ് E ഓഫ് t. ഈ L ഓഫ് E ഓഫ് t നമുക്കറിയാം, അത് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ L ഓഫ് I കോമൺ ആയിട്ടുള്ള ടേമുകളുണ്ടാവും. L ഓഫ് I ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് I ബ്രാക്കറ്റിലുണ്ടാവുക L ഇൻറ്റു എസ് പ്ലസ് R ഉണ്ടാവും. ഇവിടെ ഒരു മൈനസ് L ഇൻറ്റു I ഓഫ് 0 ഉണ്ട്. I ഓഫ് 0 0 ആണ്, അപ്പോൾ ഈ ടേം 0 ആയിട്ട് പോകും. ഈക്വൽ ടു L ഇൻറ്റു L ഓഫ് E ഓഫ് t, L ഓഫ് E ഓഫ് t. സോ L ഓഫ് I കാണാം ഇതിന്ന്, L ഓഫ് I അല്ലെങ്കിൽ L ഓഫ് I ഓഫ് t എന്നാണ് ഉദ്ദേശിക്കുന്നത്. L ഓഫ് I ഓഫ് t ഈക്വൽ ടു L ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് E ഓഫ് t ഡിവൈഡ് ബൈ LS പ്ലസ് R. ഇനി L ഓഫ് E ഓഫ് t നമുക്കറിയാം എന്താണ്, 1/s ഇൻറ്റു 1 പ്ലസ് e റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1/LS പ്ലസ് R ഇങ്ങനെ വരും. ഇനി ഒന്ന് മാറ്റി എഴുതാം, ഈ LS പ്ലസ് ആറും എസ്സും ഒരുമിച്ച് എഴുതാം. 1/s ഇൻറ്റു LS പ്ലസ് R ഇൻറ്റു 1/1 പ്ലസ് e റേസ് ടു മൈനസ് എസ് എന്ന് കിട്ടും. ദെൻ ദിസ് ഈസ് L ഓഫ് I ഓഫ് t. ഇനി ഇതിന്ന് I ഓഫ് t നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ടേമിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. അപ്പോൾ അതിലാദ്യത്തെ ടേം നമ്മൾ എഴുതുന്നത് 1/1 പ്ലസ് e റേസ് ടു മൈനസ് എസിനെയാണ്. നമുക്കറിയാം 1/1 പ്ലസ് എക്സ് ഒരു ജോമെട്രിക് സീരീസ് ആണ്. അത് നമ്മൾ എഴുതാറ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് വരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ e റേസ് ടു മൈനസ് എസ് ആണ് ഇവിടെ ഉള്ളത്. സോ 1 മൈനസ് e റേസ് ടു മൈനസ് എസ് പ്ലസ് e റേസ് ടു മൈനസ് 2s മൈനസ് e റേസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ ഈ ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ 1/s ഇൻറ്റു LS പ്ലസ് ആറിനെ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ 1/s ഇൻറ്റു L പ്ലസ് 1/s ഇൻറ്റു ഇത് നമ്മൾ ഒരു L ഔട്ട് സൈഡ് എടുക്കുക. L ഔട്ട് സൈഡ് എടുത്താൽ അല്ലെങ്കിൽ ഈ ടേമിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും L കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/L വരും. അതുപോലെ ഇവിടെ S ഇൻറ്റു LS/L പ്ലസ് R/L എന്ന് വരും. ദാറ്റ് ഈസ് 1/L ഡിവൈഡ് ബൈ S ഇൻറ്റു ഇവിടെ L ക്യാൻസൽ ചെയ്ത് പോകും, S പ്ലസ് R/L എന്ന് വരും. 1/L ഡിവൈഡ് ബൈ S ഇൻറ്റു S പ്ലസ് R/L എന്ന് വരും. ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി, അതായത് A/B/, അതായത് ഈ 1/L അവിടെ നിർത്തിയിട്ട് ബാക്കി 1/s ഇൻറ്റു ആ ടേമിന്. സോ 1/s ഇൻറ്റു S പ്ലസ് R/L ഈക്വൽ ടു A/s പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട്
ബി ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ഇതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്നും പ്ലസ് ബി ഇൻറ്റു എസ് എന്ന് എഴുതാം. അപ്പോൾ എസ്സിന് ആദ്യം നമ്മൾ മൈനസ് ആർ ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 1 ഈക്വൽ ടു ഇത് 0 ആയി പോവും, മൈനസ് ബി ആർ ബൈ എൽ. ഇതിന്ന് നമുക്ക് ബി കിട്ടുന്നത് ബി ഈക്വൽ ടു മൈനസ് എൽ ബൈ ആർ എന്ന് കിട്ടും. അതുപോലെ ഇക്വേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ 1 എന്ന് കിട്ടും, ഇവിടെ എ ഇൻറ്റു ആർ ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ ബൈ എൽ, എ ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് കിട്ടും. സോ എ ഈക്വൽ ടു എൽ ബൈ ആറും ബി ഈക്വൽ ടു മൈനസ് എൽ ബൈ ആറും കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ ഈക്വൽ ടു എ ബൈ ദാറ്റ് ഈസ് എൽ ബൈ ആർ ബൈ എസ് പ്ലസ്, അതായത് മൈനസ് എൽ ബൈ ആർ ആണ്, ഡിവൈഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടും. ഇനി ഇത് എൽ ഓഫ് ഐ ഓഫ് ടിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഓഫ് ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയായിരുന്നു, 1 ബൈ എസ് ഇൻറ്റു എൽ എസ് പ്ലസ് ആറ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ആയിരുന്നു. ഇനി ഇതിനെയാണ് നമ്മൾ മാറ്റി എഴുതിയത് 1 ബൈ എൽ ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു 1 ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ്. അപ്പോൾ ഇതിനെ രണ്ടിനെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. ഒന്നിനെ ജോമെട്രിക് സീരീസ് ഉപയോഗിച്ചിട്ടും ഫസ്റ്റിന് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടും സെക്കൻഡ് ടേമിന് ജോമെട്രിക്കൽ സീരീസ് ഉപയോഗിച്ചിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ബൈ എൽ ഉണ്ടാവും, 1 ബൈ എൽ ഇൻറ്റു ഇതിനെ നമ്മൾ എഴുതിയത് ഇവിടെ എങ്ങനെയാണ് എഴുതിയത്, എൽ ബൈ ആറ് ഡിവൈഡ് ബൈ എസ് മൈനസ് എൽ ബൈ ആറ് ഡിവൈഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. അതൊരു ടേം. സെക്കൻഡ് ടേമിന് നമ്മൾ ജോമെട്രിക് സീരീസ് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. ജോമെട്രിക് സീരീസ് ഉപയോഗിച്ചിട്ട് ഇതാ ഇങ്ങനെ എഴുതി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s മൈനസ് ഇ റൈസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര. ദെൻ ഇത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ബൈ എൽ ഇൻറ്റു എൽ ബൈ ആറ്, ഇവിടെ ഈ എൽ രണ്ടിലും ക്യാൻസൽ ചെയ്തു പോവും, ഈ എൽ പുറത്തുള്ള എൽ. ദെൻ 1 ബൈ ആറ് ഉണ്ടായിരിക്കും, 1 ബൈ ആറ് രണ്ടിലും കോമൺ ആണ്, 1 ബൈ ആറ് എന്നുള്ള ടേം. 1 ബൈ ആറ് ഇൻറ്റു 1 ബൈ എസ് ഉണ്ടാവും, 1 ബൈ എസ് പ്ലസ് ആറ്. അപ്പോൾ 1 ബൈ ആറ് ഒന്ന് മാറ്റി എഴുതാം, 1 ബൈ ആറ് ഇൻറ്റു 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ആദ്യത്തെ രണ്ട് ടേം എന്ന് അങ്ങനെ കിട്ടും, ഇൻറ്റു ബാക്കിയുള്ള ടേം 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s മൈനസ് ഇ റൈസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 1 ബൈ ആറ് വരും, 1 ബൈ ആറ് ഈ 1 ബൈ എസ്സിനെ കംപ്ലീറ്റ് ഓരോ ടേം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ബൈ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ് അങ്ങനെ പോവും ഒരു ടേം. അടുത്ത വീണ്ടും 1 ബൈ ആറ്, 1 ബൈ ആറ് ഇവിടെ 1 ബൈ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ ടേം കൊണ്ട് ഓരോതിനെയും മൾട്ടിപ്ലൈ, അപ്പോൾ ഒരു മൈനസ് 1 ബൈ ആറ് കോമൺ ആണ്. ദെൻ ആദ്യത്തെ ടേം 1 ബൈ എസ് പ്ലസ് ആർ ബൈ എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ് പ്ലസ് ആർ ബൈ എൽ മൈനസ് എക്സെട്ര. സോ ഇത് എൽ ഓഫ് ഐ ഓഫ് ടി ആണ്. ഇത് എൽ ഓഫ് ഐ ഓഫ് ടി. ഇനി ഐ ഓഫ് ടി കാണണമെങ്കിൽ രണ്ട് സൈഡിൽ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഇൻവേഴ്സ് നമ്മൾ എടുക്കണം, ഓരോ ടേമിൻ്റെയും ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ അത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ ഓഫ് ടി ഈക്വൽ ടു 1 ബൈ ആറ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ആണ് ആദ്യം വരിക, ദാറ്റ് ഈസ് 1. ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ്, ദാറ്റ് ഈസ് യു ഓഫ് ടി മൈനസ് 1. ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ്, ദാറ്റ് ഈസ് യു ഓഫ് ഇവിടെ പ്ലസ് വരും ടി മൈനസ് 2
മൈനസ് എക്സെട്ര അങ്ങനെ പോവും. ദെൻ അടുത്ത ടേം -1/r. ഇവിടെയും ഓരോന്നിൻ്റെയും L ഇൻവേഴ്സ് എടുക്കാം. സോ വി ഗെറ്റ് e raised to minus r/l t minus e raised to minus r/l t minus 1 into u of t minus 1. അടുത്തത് പ്ലസ് e raised to minus r/l t minus 2 into u of t minus 2 minus etc. So this is the ആൻസർ. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് സമ്മേഷനായിട്ട് എഴുതാം. സമ്മേഷൻ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് ഐ ഓഫ് ടി ഈക്വൽ ടു 1/r ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ വരും ഒരു ടേം, പ്ലസ് 1/r ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ്. സോ -1 റേസ് ടു n ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി മൈനസ് 1 ടി മൈനസ് 2 അങ്ങനെയാണ്. അപ്പോൾ ടി മൈനസ് n എഴുതാം. യു ഓഫ് അതും അതേപോലെ തന്നെയാണ് ടി മൈനസ് n. എന്നിന് 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. താങ്ക് യു.